അതായത് രാഹുൽ മാങ്കൂട്ടം ഏറ്റവും വലിയ ക്രിമിനലാണ്, ഏറ്റവും വലിയ എന്താ പറയാ സ്ത്രീ പീഡകനാണ് എന്ന തരത്തിലൊക്കെയാണല്ലോ ഈ ചാനലുകളൊക്കെ ഇങ്ങനെ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അഞ്ജു പാർവതി പറയുന്നത് എന്താണെന്നറിയോ? ഈ രാഹുൽ മാങ്കൂട്ടത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ മൊട്ട അരുണൊക്കെ ഉണ്ടല്ലോ, ഈ റിപ്പോർട്ടർ ചാനലിലെ മൊട്ട അരുണൊക്കെയാണ് ഒന്നാം നമ്പർ ക്രിമിനൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അപേക്ഷിച്ച്. രാഹുൽ മാങ്കൂട്ടൊക്കെ ചില ഈ സ്ത്രീകളെ കാണുമ്പോഴത്തേക്ക് അവിടെ തോണ്ടി ഇവിടെ തോണ്ടിയത്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഈ പഞ്ചാരടി പരിപാടികളും ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഇത് പണ്ട് മാലാപാർവതി പറഞ്ഞ പോലെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് മാലാപാർവതി പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ഓർമ്മ ഉണ്ടാവണം, കാരണം അധിക കാലമായിട്ടില്ലല്ലോ. നമ്മളെ വിൻസി അലോഷ്യസ് ഒരു യുവ നടനെതിരെ, ആരാണ്, ഷൈൻ ടോമിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അതായത് താൻ ഇങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഇയാൾ പറഞ്ഞു ഞാനും കൂടെ വരാം, ഞാൻ ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞുള്ള പരാതി. അതായത് ഇതൊക്കെയാണ് സ്ത്രീ പീഡനം. അതായത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോകുമ്പോൾ ഞാനും വരാം, ഞാൻ എന്നിട്ട് ശരിയാക്കി തരാം എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. നമ്മളെല്ലാവരെയും വളരെ പൊളിറ്റിക്കലി കറക്റ്റഡായി സദാചാരത്തിന്റെ എല്ലാവിധ എന്താ പറയാ സമവാക്യങ്ങളും പരിപാലിച്ചുകൊണ്ട് ജീവിക്കുന്ന സംശുദ്ധരായ ആൾക്കാരാണെങ്കിൽ അങ്ങനെയൊന്നും പറയില്ല, ഓ ഭവതി പോയി ആ മുറിയിൽ പോയി ഡ്രസ്സ് ശരിയാക്കിക്കൊള്ളൂ, വാതിൽ നന്നായി അടച്ചിട്ടോളൂ എന്നൊന്നുമല്ല. സാധാരണ രീതിയിൽ ഫ്രണ്ട്സിന്റെ ഇടയിൽ അല്ലെങ്കിൽ സഹപ്രവർത്തകരുടെ ഇടയിൽ അങ്ങനെ ഒരു കമാൻഡ് വന്നു കഴിഞ്ഞാൽ ഈ ഷൈൻ ടോം പ്രത്യേകിച്ച് നമുക്കറിയാലോ ഷൈൻ ടോമിന്റെ ഡയലോഗുകളൊക്കെ, എന്നാ ഞാൻ ശരിയായി തരാം അല്ലെങ്കിൽ ഞാനും വരാം എന്നൊക്കെ പറയുമ്പോൾ മാലാപാർവതി വളരെ കൃത്യമായി പറയുന്നുണ്ട് ചി പോടാ എന്ന് പറയുന്ന കാര്യമുള്ളൂ. അങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ 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 സില്ലി ആയിട്ട് അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് നീ പോടാ ഞാൻ ചെയ്തോളാം എന്ന് പറയേണ്ട ഒരു കാര്യമുള്ളൂ എന്ന് പറയും. ഇതിനൊക്കെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഈ സ്ത്രീകളായാലും പെൺകുട്ടികളായാലും അവർക്ക് ഇഷ്ടമില്ലാത്ത തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഒരു ലൈംഗിക ചുവയാർന്ന അല്ലെങ്കിൽ അവരെ പ്രകോപിപ്പിക്കുന്ന എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ എടാ മോനെ നിർത്ത്, എനിക്ക് താല്പര്യമില്ല, ചി പോടാ, അല്ലെങ്കിൽ അതാണ്ട് ബ്ലോക്ക് ചെയ്യുക. ഇത്ര ചെയ്താൽ തന്നെ 99% കാര്യങ്ങളും തീർന്നു. അതല്ലാതെ നേരെ മറിച്ച് ഒരു നമ്മുടെ ഈ ട്രെയിനിൽ വെച്ചിട്ട് സൗമ്യയെ ഗോവിന്ദസ്വാമി ആക്രമിച്ച പോലെ ആക്രമിക്കുക എന്ന് പറഞ്ഞ ചില സൈക്കോപാത്തുകളെ സംബന്ധിച്ചിടത്തോളം അക്കാര്യങ്ങളല്ല കേട്ടോ ഞാൻ പറയുന്നത്. അതല്ലാത്ത രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഈ ഞരമ്പ് രോഗികളുടെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ സ്ത്രീകളുടെ അടുത്ത് പുരുഷന്മാരിരുന്ന് യാത്ര ചെയ്യുന്ന സാധാരണ രീതിയിൽ നമ്മുടെ കേരളത്തിൽ അങ്ങനെ അധികം ഉണ്ടാവാറില്ല. ബസ്സിലൊന്നും സ്ത്രീകളുടെ അടുത്ത് പുരുഷന്മാർ ഇരിക്കുന്ന ഒരു ശീലമല്ല. പക്ഷെ ഇരുന്നിരിക്കുമ്പോൾ ഒരു പുരുഷൻ തൊട്ടടുത്ത പെൺകുട്ടിയുടെ ശരീരത്തിൽ അല്ലെങ്കിൽ അവരുടെ തുടയുടെ മേലെ അല്ലെങ്കിൽ കാലിന്റെ മേലെ കൈ വെച്ചു, അതാണുള്ള ഒരു തുടക്കം. കൈ ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടി ഉടനെ തന്നെ അല്ലറി കരഞ്ഞ് ഇയാളെ മുഖത്തടിച്ച് പ്രശ്നമാക്കി ഇയാളുടെ കോടതിയിൽ പോയി അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഇയാൾക്കെതിരെ പരാതി കൊടുത്ത് അതിന് പകരം തന്നെ മേലെ കൈ വെച്ച് കഴിഞ്ഞാൽ ആ കൈ എടുത്തുകൊണ്ട് അയാളുടെ മടിയിലേക്ക് എന്നെ വെച്ച് ചേട്ടാ പ്ലീസ് എനിക്ക് താല്പര്യമില്ല, വേണ്ട, ഇത്ര പറഞ്ഞു കഴിഞ്ഞാൽ 99% പ്രശ്നം ഇവിടെ തീർന്നേ. ഇതല്ലാതെ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലും സംഭവിച്ചിട്ടുള്ളൂ എന്നാണ്. ഇതൊക്കെ കമ്പയർ ചെയ്യുമ്പോഴാണ് ഞാൻ പറയുന്നത് ഈ ചാനലുകളൊക്കെ ഇപ്പൊ കാട്ടിക്കൊടുക്കുന്ന തോന്നിയാസം. ഇത് കമ്പയർ ചെയ്യുമ്പോൾ രാഹുൽ മാങ്കൂട്ടം ചെയ്തത് വളരെ ചെറിയൊരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. ക്രിമിനൽ ആക്ടിവിറ്റി അല്ല, ചെറിയൊരു ഞരമ്പ് രോഗത്തിന്റെ തകരാറാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇതിന് ഞരമ്പ് രോഗം എന്ന് പറയില്ല. ഇത് എല്ലാ തരത്തിലുള്ള മിക്കവാറും പുരുഷന്മാരൊക്കെ ചെയ്യുന്ന ഈ രീതിയിൽ സ്ത്രീകളോട് അല്ലെങ്കിൽ സുഹൃത്തുക്കളായ അതാണ് വേറെ പ്രശ്നം. ഇത് അപരിചിതരായ സ്ത്രീകളോടല്ല. ഇവര് എന്താ പറയാ ദിവസങ്ങളോളം, ആഴ്ചകളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം ഇവര് പരസ്പരം ചാറ്റ് ചെയ്യുകയും പരസ്പരം കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്ത ആൾക്കാർക്കെതിരെയാണ് ഇങ്ങനെ പരാതി പറയുന്നതാണ്. അതല്ലാതെ അപരിചിതയായ ഒരു സ്ത്രീയോട് കയറിങ്ങാണ്ട് ലൈംഗിക അതിക്രമം നടത്തുകയൊന്നുമല്ല ഇവിടെ. ഈ എന്താ പറയാ റിനി ആൻ ജോർജ് എന്ന് പറയുന്ന പെൺകുട്ടിയാവട്ടെ, അവന്തികയാവട്ടെ, ഇത്തരത്തിൽപ്പെട്ട പരാതി ഉന്നയിച്ച സ്ത്രീകളുടെ മറ്റൊന്ന് ഈ എന്താ പറയാ ഒരു ഗർഭത്തിന്റെ സംഭാഷണം നമ്മൾ ചിലപ്പോൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കരയണോ ചിരിക്കണോ എന്നൊന്നും അറിയാത്തൊരു അവസ്ഥ വരും. ആ പെൺകുട്ടി ശരിക്കും രാഹുലിനോട് ആ രീതിയിലല്ല എന്താ പറയാ രോഷം പ്രകടിപ്പിക്കുന്നത്. ഇത് ഇവർ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് സംഭവിച്ച ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് പ്രായപൂർത്തിയായ ഒരു സ്ത്രീക്കും പുരുഷനും ലൈംഗികമായി ബന്ധപ്പെടാനും
അവര് അവരുടേതായ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഇതൊക്കെ എവിടെയോ വെച്ചിട്ട് ഇവരുടെ ഈ ഒരു റിലേഷൻ പൊട്ടുമ്പോഴാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഈ തരത്തിലുള്ള ഒരു സ്ത്രീ പീഡനം എന്ന് പറയുന്നത്. അതായത് കോടതികൾ പോലും ഇപ്പം പറയുന്നുണ്ട്, കോടതികൾ പോലും ഈ വേടന്റെ കാര്യത്തിൽ പോലും, വേടൻ എന്ന് പറഞ്ഞ ചില്ലറക്കാരനല്ല, നമുക്കൊക്കെ അറിയാം. വേടന്റെ കാര്യത്തിൽ പോലും ഹൈക്കോടതി പറഞ്ഞത് എന്താണ്, കാരണം കൺസെന്റോട് കൂടിയിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്തിട്ട് ഇനി വിവാഹ വാഗ്ദാനം നൽകി ഇങ്ങനെ ചെയ്താൽ തന്നെ ഇത് ഈ പറയുന്ന പീഡനത്തിന്റെ പരിധിയിലൊന്നും വരില്ലെന്ന് കോടതികൾ പോലും പറയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, രാഷ്ട്രീയത്തില് എതിരാളിയെ എങ്ങനെയാണ് മറ്റേ ശ്രീനിവാസന്റെ സിനിമയിൽ സഖാവ് കുമാരപ്പിള്ള പറയുന്നുണ്ടല്ലോ, ഒരു യുവ നേതാവിനെ ഇല്ലായ്മ ചെയ്യാൻ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അവനെതിരെ ഒരു പെണ്ണുകേസ് ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞത്. ഒരു പെണ്ണുകേസ് ഉണ്ടാക്കുക. അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയ ഒരു പെണ്ണ് കേസാണ് ഇത് എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി അഥവാ മറ്റു പാർട്ടികളാണെങ്കിൽ അങ്ങനെ മറ്റു പാർട്ടികൾ ഉണ്ടായ ഒരു പെണ്ണ് കേസ്, ഇതിന് ആധാരമായ അല്ലെങ്കിൽ ഇതിന്റെ പശ്ചാത്തലം ഒരുക്കിക്കൊണ്ടുള്ള കുറെ വിക്രികളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും.